നമസ്കാരം അഭിഷേക്. നമസ്കാരം ചേട്ടാ. വളരെ ഗൗരവമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 64 വർഷത്തെ CPM ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ആലപ്പുഴയുടെ അനിഷേധ്യനായ നേതാവ് ജി സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുതിർന്ന നേതാക്കളുടെ ഒരു അവഗണനയാണ് അദ്ദേഹത്തെ ഇതിനെ പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അമ്പലപ്പുഴയുടെ അനിഷേധ്യനായ നേതാവായിരുന്നു ജി സുധാകരൻ. എന്താണ് അദ്ദേഹം ഇങ്ങനെയൊരു തീരുമാനം? ഇപ്പോൾ ഈ നിയമസഭാ സീറ്റ് നിഷേധിച്ചിരുന്നു, പക്ഷേ മുതിർന്ന നേതാക്കളൊക്കെ ഇങ്ങനെ സാധാരണ രീതിയിൽ CPM പാർട്ടിയിൽ പറയാത്തതാണ്. എന്തുകൊണ്ടാണ് ജി സുധാകരൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ? സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു പാർട്ടിയിൽ ഒരു എതിർപ്പ് നേരിട്ടാൽ അല്ലെങ്കിൽ മാറ്റി നിർത്തൽ എന്ന് സ്വയം തോന്നിയാൽ അവരൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുക എന്നുള്ളതാണ്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ച ഒരു മനുഷ്യൻ ജി സുധാകരൻ എന്ന് പറയുന്നത് ആലപ്പുഴയുടെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും അനിഷേധ്യനായ നേതാവായിരുന്ന ഒരു ആളാണ്. അപ്പോൾ 1996 അദ്ദേഹം ആദ്യമായി കായംകുളത്ത് നിന്ന് ജനവിധി തേടി MLA ആവുന്നത്. പിന്നീട് അമ്പലപ്പുഴ മണ്ഡലം രൂപീകരിക്കുന്ന വേളയിൽ തുടർച്ചയായി 3 തവണ മണ്ഡലത്തെ പ്രതികരിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം നിയമസഭയിലെത്തി. 2006 മന്ത്രിയായി, 2011 മന്ത്രിയായി. അങ്ങനെ ഒരാളെ പെട്ടെന്നൊരു ദിവസം സംസ്ഥാന സമിതിയിൽ നിന്ന് തരം താഴ്ത്തി നേരെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക്, അതായത് അത്രയും ഒരു മന്ത്രി പദവിയും MLA സ്ഥാനവും അടക്കം അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയെ നേരെ ഒരു CPM ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു വീക്ഷണമുള്ള അല്ലെങ്കിൽ ഒരു നിരീക്ഷണമുള്ള ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. എന്നിട്ടും അദ്ദേഹം 5 വർഷത്തോളം അവിടെ സഹിച്ചിരുന്നു. തൻ്റെ പാർട്ടി തന്നെ ഒരിക്കൽ പരിഗണിക്കുമെന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ഒരു പത്രസമ്മേളനം നടത്തുന്നു. പത്രസമ്മേളനത്തിൽ അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പരിഗണിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് അദ്ദേഹം പറഞ്ഞ പുച്ഛത്തോടെയുള്ള പരിഹാസത്തോടെയുള്ള ഒരു മറുപടി, അതാണിപ്പോൾ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജി സുധാകരനെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരിക്കലും പരിഗണിക്കുന്നില്ല, ദാറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ എന്നാണ്. അടഞ്ഞ അധ്യായമാണ്. ആ അടഞ്ഞ അധ്യായം തുറക്കാൻ മറ്റാതെങ്കിലും പാർട്ടികൾ മുന്നോട്ട് വന്നാൽ അദ്ദേഹം തീർച്ചയായും അവർക്ക് മുതൽക്കൂട്ടായേക്കാവുന്ന നേതാവാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുന്നത്, കാരണം അമ്പലപ്പുഴയുടെ അനിഷേധ്യനായ നേതാവാണെന്ന് പറഞ്ഞു, 3 തവണ മന്ത്രിയായിരുന്നു, 1 തവണ ദേവസ്വം മന്ത്രിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഒരു പ്രസ്താവന ഇതായിരുന്നു, ഈ ശബരിമല ഇഷ്യൂ വന്നപ്പോൾ താൻ മന്ത്രിയായിരുന്നപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി ആരും കൊണ്ടുപോയിട്ടില്ല. വളരെ അത്തരത്തിലൊക്കെ പ്രകോപനപരമായ വാക്കുകൾ ജി സുധാകരൻ ഉപയോഗിച്ചിരുന്നു. ഒപ്പം തന്നെ തൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഈ ഒരു സമ്മേളനം നടക്കുകയും സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയൊരു സമ്മേളനം നടക്കുകയും തന്നെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ജയിലിൽ അടിയിടി ഒക്കെ വാങ്ങുകയും കേസുകൾ നേരിടുകയും ചെയ്യേണ്ടി വന്നിട്ട് പോലും തന്നെ ആ ഒരു സമ്മേളനത്തേക്ക് വിളിച്ചില്ല. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഇദ്ദേഹം നടത്തുന്നുണ്ട്. ശ്രീ RN നാസറാണെന്ന് തോന്നുന്നു. അപ്പോൾ തികഞ്ഞ അസ്വസ്ഥനാണ് അദ്ദേഹം. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന CPM നേതാവും മന്ത്രിയുമായിട്ടുള്ള സജി ചെറിയാനോട് ജി സുധാകരൻ്റെ പുറത്താക്കലുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വയം പിൻവാങ്ങലുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടി, ഞങ്ങളിതൊക്കെ സ്വന്തമായിട്ട് പറയാറില്ല, അതൊക്കെ പാർട്ടിയുമായിട്ട് കൂടിയാലോചിച്ച് വേണ്ടയിടത്ത് പറയുന്നതാണ്. ഇങ്ങനെയാണ് ആ കൂടിയാലോചന നടക്കുന്നത്. തികച്ചും കുറച്ച് പേരുടെ വ്യക്തി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം മാത്രമായിട്ട് ഇപ്പോൾ CPM മാറുന്നുണ്ട്. അതിൻ്റെ ഇരയാണ് ജി സുധാകരൻ എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ RN നാസർ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് CPM. അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും സുധാകരനെ ശത്രുപക്ഷത്ത് നിർത്തുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അതിൽ കഴമ്പുമുണ്ട്. കാരണം അത്രത്തോളം ഒരു മന്ത്രിയായി 2006 അദ്ദേഹം മന്ത്രിയാകുന്നത് സഹകരണ ദേവസ്വം വകുപ്പ് കയർ വകുപ്പ് മന്ത്രിയായിരുന്നു 2006 അദ്ദേഹം വഹിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് പോലും വളരെ വിപ്ലവകരമായ തീരുമാനങ്ങൾ തൻ്റെ അധികാര പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചൊരു നേതാവായിരുന്നു അദ്ദേഹം. പിന്നീട് 2011 അദ്ദേഹം PWD മന്ത്രിയാകുമ്പോൾ 2006 കഴിഞ്ഞ് പിന്നീട് ഉള്ള ടൈമിൽ അദ്ദേഹം PWD മന്ത്രിയാകുമ്പോൾ യാതൊരു അഴിമതിക്കും വകയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ആ വകുപ്പ് കൊണ്ടുപോയത്. നമുക്കറിയാം PWD വകുപ്പ് എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് എപ്പോഴും വളരെയധികം ഒരു മുൾമുനയിൽ നിന്ന് ഭരിക്കുന്ന ഒരു വകുപ്പാണ്. അത്രയധികം അഴിമതി നടത്താൻ പൊട്ടൻഷ്യലുള്ള ഒരു വകുപ്പാണ്. പക്ഷേ ആ ഒരു വകുപ്പിനെ തന്നെ വളരെ സുതാര്യമായിട്ട് അഴിമതിരഹിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നതാണ് ജി സുധാകരൻ എന്ന മന്ത്രിയുടെ പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ആ ക്വാളിറ്റി ചിലർക്ക് ദഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്താക്കലിലേക്ക് അല്ലെങ്കിൽ സ്വയം പിൻവാങ്ങലിലേക്ക് നയിച്ചിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ഇദ്ദേഹം 1964 ആദ്യമായി പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നത്. ഈ CPM യുവജന സംഘടനയിലൂടെയാണ്. പിന്നീട് SFI രൂപീകരിച്ചപ്പോൾ എൻ്റെ പ്രഥമ സംസ്ഥാന പ്രസിഡൻ്റായത് ഇദ്ദേഹമാണ്. അതിനുശേഷം 1977 ഇദ്ദേഹത്തിൻ്റെ സഹോദരനായ ഭുവനേശ്വരൻ NSS കോളേജ് പന്തളം NSS കോളേജിൽ വെച്ചുള്ള ഒരു വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നു. അതോടെയാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്നത്. പിന്നീട് 1996 50-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി
കായംകുളത്ത് നിന്ന് നിയമസഭയിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നീട് അമ്പലപ്പുഴ നിയോജകമണ്ഡലം രൂപീകരിക്കുന്നു, അവിടെ തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിക്കുന്നു. അതേസമയം VS അച്യുതാനന്ദൻ അങ്ങനെ ഒരു വിമത സ്വഭാവം ഉണ്ടായിരുന്നപ്പോൾ ആണ് മാരാരിക്കുളത്ത് മത്സരിച്ച് പരാജയപ്പെട്ടത്. ആ സമയത്താണ് അദ്ദേഹം കായംകുളത്ത് വിജയിക്കുന്നതും. അങ്ങനെ തുടർച്ചയായിട്ട് വിജയ ചരിത്രമുള്ള ഒരു നേതാവ് ആലപ്പുഴയിൽ നിന്നല്ല കേരളത്തിലടക്കം ഈ PWD വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സുധാകരൻ എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ പറയാനൊരു ആരോപണമുള്ള ഒരു എതിർ പാർട്ടിക്കാരനും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ പെട്ടെന്ന് 2022 സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കി പിന്നീട് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് പല വഴികളുണ്ടായിരുന്നു. അന്നു മുതൽ BJPയും കോൺഗ്രസും തുറന്നിട്ട വാതിലാണ്. അങ്ങനെ ഒരാളെ കൂട്ടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പോൾ BJP ചെയ്യുന്ന നമ്മൾ നോക്കാം. കാരണം കുറേ സിനിമാ താരങ്ങളെയും അതുപോലെ തന്നെ പബ്ലിക് ഇമേജുള്ള ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നു. അതിലൂടെ എന്ത് ലക്ഷ്യമാണ് BJP ലക്ഷ്യമിടുന്നത്? പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്കുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്തരത്തിൽ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവർക്ക് കിട്ടുക. അതെ അതെ. അപ്പോൾ ആദർശ ആശയങ്ങളിൽ ഉറച്ച് ജനലക്ഷങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിലും സുധാകരൻ പറയുന്നത്. പക്ഷേ ഈ സമയത്ത് വേറൊരു അവസരത്തെപ്പറ്റി, വേറൊരു സാധ്യതയെപ്പറ്റി ചോദിക്കുകയാണ്. അമ്പലപ്പുഴയിൽ ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് നിഷേധിച്ചു. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി സുധാകരൻ മത്സരിക്കുകയും UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്താൽ അത് CPMന് കടുത്ത തലവേദന ആവില്ലേ? തീർച്ചയായും 2021 സുധാകരന്റെ കയ്യിലിരുന്ന മണ്ഡലം സലാമിനെ കൈമാറി അവിടെ ഒരു പുതിയ പരീക്ഷണത്തിന് CPM തയ്യാറെടുത്തത്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ പലതരത്തിൽ ആക്രമിക്കുന്ന പ്രവണത, വെറുതെ മൂലക്കിരുത്തുക മാത്രമല്ല ചെയ്തത്, ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ വരെ അവഹേളിക്കുന്ന രീതിയിൽ സൈബർ പോസ്റ്റുകളായി. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കും ഉദ്ഘാടനം ചെയ്ത ശിലാഫലകങ്ങൾ അടക്കം നീക്കം ചെയ്തു. ഔദ്യോഗികമായിട്ട് ഇദ്ദേഹത്തെ പല പരിപാടികളിലും പങ്കെടുപ്പിച്ചില്ല. അതിൽ ഏറ്റവും വലിയ വേദനയായിട്ട് പറയുന്നത് എന്തോ ഒരു അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി EMS ഹാളിൽ നടക്കുന്നതിനിടെ ആ ഒരു പരിപാടി തൻ്റെ വീടിൻ്റെ സമീപത്ത് നടക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ അതിലെ മുഖ്യാതിഥിയായി അല്ലെങ്കിൽ ഒരു അതിഥിയായി ക്ഷണിക്കേണ്ട മര്യാദ CPM കാണിച്ചില്ല. കാരണം അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലറകളിൽ കൊടിയ ലോക്കപ്പ് മർദ്ദനത്തിന് വിധേയനായി ഇപ്പോൾ ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയാണ് സുധാകരൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഒരു പാർട്ടിക്കാരൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഉണ്ടാകുന്ന വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. പക്ഷേ 2021 മുതൽ അദ്ദേഹം ഇങ്ങോട്ട് സഹിച്ച് 2026 എത്തുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന വേളയിൽ തനിക്കും വീണ്ടും തൻ്റെ എല്ലാമാണ് പാർട്ടി, അങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലിരിക്കുമ്പോൾ ഒരു അപകടം പറ്റി പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുമ്പോൾ അത് ഒരു പൊതുപ്രവർത്തകനിൽ നിന്നല്ല ഒരു മനുഷ്യന് പോലും സഹിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ CPMൻ്റെ നയം എന്ന് പറയുന്നത് വളരെ ഒരു പരിഹാസ്യകരമാണ്. കാരണം MV ഗോവിന്ദൻ എന്ന് പറയുന്നത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്യാമള എവിടെയാണ് മത്സരിക്കുന്നത്? തളിപ്പറമ്പിൽ. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് മത്സരിക്കുന്നത്. എന്ത് ക്വാളിറ്റിയാണ് അവർക്കുള്ളതെന്ന് പറഞ്ഞാൽ ആന്തൂരിൽ നഗരസഭാ ചെയർപേഴ്സൺ ആയിരിക്കും. അവിടെ സംരംഭം തുടങ്ങാമെന്നൊരു പ്രവാസി വ്യവസായിയെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു നഗരസഭാ ചെയർപേഴ്സൺ അവർക്ക് ഭർത്താവിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പിന്തുടർച്ച എന്ന പേരിൽ ഒരു സീറ്റ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. കാരണം ഈ പാർട്ടി നിലനിൽക്കേണ്ടത് ജനങ്ങളുടെ അത്യാവശ്യമാണ്, അനിവാര്യതയാണ്. പക്ഷേ അതിൻ്റെ കടയ്ക്കിൽ കത്തിവെക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. അത് CPM എന്ന് പറയുന്ന ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ്. അതിന് വളരെയധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒരുപാട് മഹാരഥന്മാർ അതിനെ നയിച്ച് നീങ്ങിയവരാണ്. അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ജനങ്ങളുടെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അത് നിലനിൽക്കേണ്ടതും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കളെ, സംശുദ്ധിയുള്ള നേതാക്കളെയൊക്കെ കൈവിടുന്നത് CPM ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അതോടൊപ്പം തന്നെ ചേട്ടൻ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം, സുധാകരൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെ സലാം തന്നെയാണ് സ്ഥാനാർത്ഥി എന്നാണ് അറിയുന്നത്. അപ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരൻ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ അവിടെ അദ്ദേഹത്തിന് പിന്തുണ കോൺഗ്രസ് കൊടുത്താൽ തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ്. കാരണം കഴിഞ്ഞ സലാം മത്സരിക്കുമ്പോൾ ഏകദേശം 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അതിന് മുൻപ് ലിജു തുടർച്ചയായിട്ട് സുധാകരനെതിരെ എതിരാളിയായിട്ട് വന്ന ഒരു വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ. അപ്പോൾ അദ്ദേഹം നിരന്തരം അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വാധീനമുള്ള ഒരാളാണ്. അപ്പോൾ കോൺഗ്രസ് പിന്തുണയോടെ സുധാകരൻ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ തീർച്ചയായിട്ടും CPMന് വലിയ പ്രഹരമായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൂടാതെ BJP ഈ ഒരു അവസരം മുതലെടുക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. അവർക്ക് സുധാകരനെ പോലൊരു നേതാവിനെ കിട്ടിയാൽ കഴിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ശ്രമങ്ങളും ഉണ്ടാകും. എന്നാലും അദ്ദേഹം BJPയിലേക്കൊന്നും പോകുമെന്ന് എനിക്കും തോന്നുന്നില്ല.
എന്തായാലും അദ്ദേഹത്തിനും അല്ലുമ്പോൾ ഇ പി ജയരാജൻ്റെ ഒരു പ്രസ്താവന കുറച്ച് മുമ്പേ വരികയുണ്ടായി. കാരണം ഒരുപാട് സീനിയറായിട്ടുള്ള നേതാവാണ്, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരുമിച്ച് പാർട്ടിയിൽ പ്രവർത്തിച്ച് വളർന്നവരാണ്. പാർട്ടിയിൽ നിന്ന് തഴഞ്ഞു എന്ന പേരിൽ ഒരിക്കലും പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കാൻ, അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ ഇദ്ദേഹം തയ്യാറാവില്ല എന്ന തരത്തിൽ അത് അനുഭവിക്കുന്ന വേദന അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം അവഗണന, തുടർച്ചയായ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെക്കാൾ ജൂനിയറായ MA ബേബി ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനം നോക്കുക, ജി സുധാകരൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുക. അപ്പോൾ പ്രായത്തിൻ്റെ ഒരു പരിധിക്കുള്ളിൽ പലരെയും മാറ്റി നിർത്തും. അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുണ്ട്, പ്രായത്തിൻ്റെ ഒരു മാനദണ്ഡം സ്ഥാനാർത്ഥിത്വത്തിൽ ആവരുത്. കാരണം 70 കഴിഞ്ഞാൽ കഴുത്തറുത്ത് വിൽപ്പനയ്ക്ക് വെക്കുന്ന മാംസമല്ല ഞങ്ങളെന്ന് അദ്ദേഹം കഴിഞ്ഞൊരു മാധ്യമ സംവാദത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അത് തീർച്ചയാണ്. കാരണം കഴിവും പ്രാഗൽഭ്യമുള്ള ആളുകളുണ്ടെങ്കിൽ, അവരെ ജനം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു വട്ടം കൂടി അവസരം ലഭിക്കാൻ അർഹതയുമുണ്ട്. മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, ഈ കണ്ണൂർ ലോബിക്ക് ആലപ്പുഴയോട് എന്തെങ്കിലും പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം എന്താണ്? പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം എന്താണോ? മുൻപത്തെ കാര്യങ്ങൾ ചരിത്രം പരിശോധിച്ചാലും യെസിനോട് ചെയ്തതൊക്കെ നമുക്കറിയാം. യെസ് എന്തായിരുന്നു പാർട്ടിക്കെന്നും അദ്ദേഹത്തിന്റെ അവസാനം എങ്ങനെയായിരുന്നു നമുക്ക് ഇങ്ങനെയുള്ള ഏകാധിപത്യ പ്രവണതയാണ് പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റിന്റെ അടിവേര് അറുത്തിരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ കണ്ണൂർ ലോബി ആയാലും ആലപ്പുഴ ലോബി ആയാലും ഉറക്കൊള്ളാം. എന്തായാലും കേരളത്തിൽ ശുഭകരമായ ഒരു മത്സരം ഉണ്ടാവട്ടെ, നല്ല നേതൃത്വം വരട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഈ സുധാകരൻ ഒരു ഭാവിയും കൂടി ഉണ്ടാകട്ടെ.